ബീറ്റ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യത്തെ, പ്രൂവ് ദാറ്റ് ബീറ്റ ഫംഗ്ഷൻ ഈസ് സിമെട്രിക്. അതായത് ബീറ്റ ഓഫ് പി ക്യു ഈക്വൽ ടു ബീറ്റ ഓഫ് ക്യു പി ഫോർ ഓൾ പി ആൻഡ് ക്യു ഗ്രേറ്റർ ദാൻ 0. പിയും ക്യൂവും ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് ബീറ്റ ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് സിമെട്രിക് ആണ് ബീറ്റ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് ബീറ്റ ഓഫ് പി ക്യൂവും ബീറ്റ ഓഫ് ക്യു പിയും സെയിം തന്നെയാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത്. ബൈ ഡെഫിനിഷൻ ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 dx. ഇനി ഇതിലെ 1 മൈനസ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, യു എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്നുള്ളത് 1 മൈനസ് യു ആയിരിക്കും. യു എന്നുള്ളത് 1 മൈനസ് എക്സ് ആണെങ്കിൽ എക്സിന് ഇങ്ങോട്ട് കൊണ്ടുപോവുക, യുവിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് ഈക്വൽ ടു 1 മൈനസ് യു എന്ന് കിട്ടും. ദെൻ ഡി യു ബൈ ഡി എക്സ് കാണുമ്പോൾ യു എന്നുള്ളത് 1 മൈനസ് എക്സ് ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0, മൈനസ് എക്സിൻ്റെ -1. സോ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടും. എക്സ് 0യിലേക്ക് പോകുമ്പോൾ യു എന്നുള്ളത് 1ലേക്കാണ്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ യു എന്നുള്ളത് 1 എന്ന് കിട്ടും. അതുപോലെ എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ യു എന്നുള്ളത് 0 കിട്ടും. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 1 to 0. എക്സിന് പകരം 1 മൈനസ് യു റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സിന് പകരം യു റേസ് ടു ക്യൂ മൈനസ് 1 മൈനസ് ഡി യു. ആ മൈനസ് പുറത്തേക്ക് എടുക്കുന്നു. ദെൻ ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇനി ഇവിടെ വലിയ നമ്പറിൽ നിന്നും ഇപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റാണ് വലുതിൽ നിന്നും ചെറുതിലേക്കാണ്. അപ്പോൾ നമുക്കത് റിവേഴ്സ് ചെയ്യണം. ഓൾറെഡി ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, നമുക്കറിയാം. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ നേരെ നെഗറ്റീവ് കിട്ടും. സോ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഉപയോഗിച്ച് നമ്മളിതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 യു റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് യു റേസ് ടു പി മൈനസ് 1 ഡി യു. ഇനി ഇവിടെ നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് യു ഡി യു എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ബീറ്റ ഓഫ് ക്യൂ പിയുടെ ഫോർമുല ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 ബീറ്റ ഓഫ് ക്യൂ പി ആണ്. അപ്പോൾ പിയുടെ പ്ലേസിൽ ക്യൂ ആണ്. എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ്. അപ്പോൾ എക്സ് മാറി യു ആയാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂ പിയുടേത് യു റേസ് ടു ക്യൂ മൈനസ് 1, എക്സിന് പകരം യു എന്ന് ഉപയോഗിക്കുന്നത് മാത്രം, യു റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് യു റേസ് ടു പി മൈനസ് 1 ഡി യു. സോ ഇത് ബീറ്റ ഓഫ് ക്യൂ പിയുടെ ഫോർമുലയാണ്. സോ ഇവിടെ എക്സ് മാറി വേരിയബിൾ യു ആയി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ബീറ്റ ഓഫ് പി ക്യൂവിൽ നിന്നും തുടങ്ങി ബീറ്റ ഓഫ് ക്യൂ പിയിലെത്തി. അപ്പോൾ രണ്ടും സെയിം ആണ്. അതായത് ബീറ്റ ഫംഗ്ഷൻ സിമെട്രിക് ആണ്. ഇനി രണ്ടാമത്തേക്ക് കിടക്കാം. പ്രൂവ് ദാറ്റ് ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു ക്യൂ മൈനസ് 1 ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ഇൻറ്റു ബീറ്റ ഓഫ് പി കോമ ക്യൂ മൈനസ് 1 ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ബൈ ഡെഫിനിഷൻ ബീറ്റ ഓഫ് പി ക്യൂ എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എടുക്കുന്നു. രണ്ടും അരിത്തമെറ്റിക്കലി പെടുന്നവർ തന്നെയാണ്. നമ്മളിവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത് 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ആണ്. അതാണൊന്ന് ഓർഡർ മാറ്റിയിട്ട് എഴുതിയത്. 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1 ഡി എക്സ്. നമ്മുടെ ആവശ്യമുള്ള പ്രൂഫിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ യു വി എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്. യു ഇൻറ്റു ഇൻ്റഗ്രൽ വി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് യു ഡാഷ് ഇൻ്റഗ്രൽ വി. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് വരുന്നത് 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി മൈനസ് 1ൻ്റെ ഇൻ്റഗ്രലാണ്. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ പി മൈനസ് 1 പ്ലസ് 1 എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് 1 അതാണ് എക്സ് റേസ് ടു പി ഡിവൈഡഡ് ബൈ പി മൈനസ് 1 പ്ലസ് 1 അതാണ് പി. സോ നമുക്കിങ്ങനെ കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷൻ 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു പി by
പി, അതാണ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ. 0 to 1 ആണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്, അത് അവിടെ നിൽക്കട്ടെ. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. ആദ്യം പവർ റൂൾ, അതിൻ്റെ ഉള്ളിൽ ചെയിൻ റൂള്. അപ്പോൾ നമുക്ക് ചെയിൻ റൂളിൻ്റെ കേസിലേക്ക് വരാം. ഇവിടെ എക്സിന് പകരം 1 മൈനസ് എക്സ് ആയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 എന്നുള്ള രീതിയിലാണ്. ചെയിൻ റൂൾ പ്രകാരം ഇതിൻ്റെ ഡെറിവേറ്റീവ് ക്യൂ മൈനസ് 1 ഇൻറ്റു, നമുക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ അതേപോലെ തന്നെ ആലോചിച്ചാൽ മതി. ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 മൈനസ് 1, അതാണ് ക്യൂ മൈനസ് 2. സോ ക്യൂ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2. ഇനി ഇൻറ്റു ഇതിന് എക്സിന് പകരം ഇവിടെ ആരായിരുന്നു 1 മൈനസ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവും കൂടി വേണം. അതാണ് ചെയിൻ റൂൾ. 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ല, -1 ആണ്. 1ൻ്റെ 0യും മൈനസ് എക്സിൻ്റെ -1 എന്നും വരും. സോ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ അത് മറക്കാണ്ടിരിക്കുക. 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടി ഇവിടെ ഇൻറ്റു ചെയ്യണം. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു ബി ബൈ പി തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അത് തന്നെ. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 മൈനസ് 1 ആയിട്ട് ഈ ടൈം 0 ആയിട്ട് പോകും. ഇവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, 0 ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് ഇവിടെ വരിക. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 1 റേസ് ടു, അപ്പോൾ 1 വരിക. പക്ഷേ 1 ഇൻറ്റു 0 വരുമ്പോൾ 0 എന്ന് തന്നെയാണ് ആൻസർ വരിക. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴും ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴും നമുക്ക് 0 തന്നെയാണ് കിട്ടുക. ഈ രണ്ട് ടൈം നമുക്ക് അവിടെ നിന്ന് പോകും. ബാക്കി ഇവിടെ ക്യൂ മൈനസ് 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ബൈ പി നമ്മൾ കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുത്തു. ക്യൂ മൈനസ് 1 ബൈ പി. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇവിടെ പ്ലസ് ആയത്. പ്ലസ് ക്യൂ മൈനസ് 1 ബൈ പി ഇൻ്റഗ്രൽ 0 to 1. ഈ ടൈം ആദ്യം എഴുതുന്നു എന്ന് മാത്രം. എക്സ് റേസ് ടു പി ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2 ഡി എക്സ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്. നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു പീനെ അത് ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിലേക്ക് എത്തുവാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ എക്സ് റേസ് ടു പീനെ നമ്മളൊന്ന് മാറ്റി എഴുതുന്നു. എക്സ് റേസ് ടു പി മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ്. ഇതിവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. എക്സ് റേസ് ടു പി മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സിനെ ബ്രാക്കറ്റ് ഇവിടെ ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ നിർത്തുന്നു. മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1, അത് മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 തന്നെയാണ്. ദെൻ മൈനസ് എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു മൈനസ് എക്സ്, മൈനസും മൈനസും കൂടിയിട്ട് അത് പ്ലസ് ആവും. എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു എക്സ്, അത് എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു പി മൈനസ് 1 പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ എക്സ് റേസ് ടു പി എന്ന് കിട്ടും. സോ എക്സ് റേസ് ടു പിനെ നമുക്കിതുപോലെ മാറ്റി എഴുതാവുന്നതാണ്. ഇനി ഓരോ ടൈമിൻ്റെ ഒപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ആദ്യത്തെ ടൈമിൻ്റെ കൂടെ. ഇതിനെ 2 ഇൻ്റഗ്രലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. ക്യൂ മൈനസ് 1 ബൈ പി അവിടെ കോമൺ ആയിട്ട് നിർത്തുന്നു. ഫസ്റ്റത്തെ ഇത് ഇൻറ്റു ഈ ഒരു ടൈം. സോ എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2 ഡി എക്സ്. ദെൻ സെക്കൻഡ് വൺ മൈനസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2. 1 മൈനസ് എക്സ് റേസ് ടു 1 ആണിത്. 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 2 പ്ലസ് 1, അതാണ് ക്യൂ മൈനസ് 1 എന്ന് കിട്ടും. സോ നമുക്കിവിടെ ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇനി ഫസ്റ്റത്തെ ടൈമിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാവുന്നതാണ്. ഫസ്റ്റത്തെ ടൈം ബീറ്റ ഓഫ് പി ക്യൂൻ്റെ ഫോർമുല എക്സ് റേസ് ടു പി മൈനസ് 1, അതായത് എക്സ് റേസ് ടു ഇതിലത്തെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് പി, അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നു. ദെൻ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1 ക്യൂ -1. അപ്പം അങ്ങനെയാണെങ്കിൽ ബീറ്റ ഓഫ് പി കോമ ക്യൂ -1, ഇവിടെ എക്സ് റേസ് ടു പി -1 ഇൻറ്റു
1 minus x raised to q minus 2 dx ആണ് ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 ആവുമ്പോൾ ഇവിടെ ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ഫോർമുലയാണ്. ഇവിടെ 1 minus x raised to q minus 2 dx ആണ്. സോ ഇത് ബീറ്റ ഓഫ് പി കോമ ക്യൂ മൈനസ് 1, അതായത് ബീറ്റ ഓഫ് പി കോമ ക്യൂ മൈനസ് 1 വരുമ്പോൾ എക്സ് റേസ് ടു ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് പി, അത് -1, അത് ഓക്കെയാണ്. ദെൻ സെക്കൻഡ് 1 minus x റേസ് ടു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1, ക്യൂ -1 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ക്യൂ -1 -1, സോ ക്യൂ -2 dx. അപ്പോൾ ഇത് ബീറ്റ ഓഫ് പി കോമ ക്യൂ -1ൻ്റെ ഫോർമുലയാണ്. ഇത് നമ്മുടെ ബീറ്റ ഓഫ് പി ക്യൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ബീറ്റ ഓഫ് പി ക്യൂ. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, രണ്ടിൻ്റെയും കൂടെ q-1 വരുന്നു, q-1 ബൈ പി, q-1 ബൈ പി രണ്ടിൻ്റെ കൂടെയും വരുന്നു, ഇൻറ്റു ബീറ്റ ഓഫ് പി കോമ q-1 മൈനസ് q-1 ബൈ പി ഇൻറ്റു ബീറ്റ ഓഫ് പി ക്യൂ. ഇനി നോക്കാം, ലെഫ്റ്റ് സൈഡ് ഞാൻ വീണ്ടും എഴുതിയെന്ന് മാത്രം, ബീറ്റ ഓഫ് പി ക്യൂ ആണ്. ഇവിടെയും ബീറ്റ ഓഫ് പി ക്യൂൻ്റെ ഒരു ടേം ഉണ്ട്, റൈറ്റ് സൈഡിലും ഉണ്ട്. അതിന് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു, എന്നിട്ട് അതിൽ നിന്നും ബീറ്റ ഓഫ് പി ക്യൂ കോമൺ ആയിട്ട് എടുക്കുന്നു. ആ ഒരു സ്റ്റെപ്പ് ഇതിൻ്റെ ഇടയിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്ലസ് q-1 ബൈ പി ഇൻറ്റു ബീറ്റ ഓഫ് പി ക്യൂ എന്നുണ്ടാവും. പിന്നെ ഈ ഒരു ടേം റൈറ്റ് സൈഡിൽ അവിടെ നിൽക്കും. അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ബീറ്റ ഓഫ് പി ക്യൂ കോമൺ ആയിട്ട് അതിൽ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പ്ലസ് ഈ ഒരു ടേമാണ് വരിക. അപ്പോൾ ആദ്യത്തേൽ നിന്നും ബീറ്റ ഓഫ് പി ക്യൂ എടുത്താൽ പിന്നെ അവിടെ 1 ആണ് ബാക്കിയുള്ളത്. രണ്ടാമത്തേൽ നിന്നും ബീറ്റ ഓഫ് പി ക്യൂ പുറത്തേക്ക് എടുത്താൽ q-1 ബൈ പി എന്ന് കിട്ടും. ഇനി ബാക്കി ഇവിടെ ഉള്ള ടൈം ഇവിടെ അതുപോലെ തന്നെ q-1 ബൈ പി ഇൻറ്റു ബീറ്റ ഓഫ് പി കോമ q-1. ഇനി ഇവിടെ ഒന്ന് LCM കാണുന്നു, LCM കാണുമ്പോൾ p പ്ലസ് q-1 ഓൾ ഡിവൈഡഡ് ബൈ പി എന്ന് വരും. ഇനി ഈ ഒരു ടൈമിനെ ബീറ്റ ഓഫ് പി ക്യൂ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കലാണ് വരിക. അപ്പോൾ പി ബൈ പി പ്ലസ് q-1, പിയും പിയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂ എന്നുള്ളത് q-1 ബൈ പി പ്ലസ് q-1 ഇൻറ്റു ബീറ്റ ഓഫ് പി കോമ q-1 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നത്, q-1 ബൈ പി പ്ലസ് q-1 ഇൻറ്റു ബീറ്റ ഓഫ് പി കോമ q-1 where p greater than 0 and q greater than 1. അപ്പോൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബീറ്റ ഓഫ് പി ക്യൂ എന്നുള്ളത് ഇതേപോലെയും പ്രൂവ് ചെയ്യാവുന്നതാണ്. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, സിമിലർ പ്രൂഫ് തന്നെ. അപ്പോൾ ഇവിടെ അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ നോക്കുക, പി ഗ്രേറ്റർ ദാൻ 0യും ക്യൂ ഗ്രേറ്റർ ദാൻ 1ഉം ആകുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. നേരെ തിരിച്ച് പി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 1ഉം ക്യൂ ഗ്രേറ്റർ ദാൻ 0യും ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അവിടെ p-1 ബൈ പി പ്ലസ് q-1 ബീറ്റ ഓഫ് p-1 ബൈ ബീറ്റ ഓഫ് p-1 കോമ q. സിമിലർ ആർഗ്യുമെൻ്റ് തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്കത് പ്രൂവ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. പ്രൂവ് ദാറ്റ് ബീറ്റ ഓഫ് പി ക്യൂ ഈക്വൽ ടു q-1 ബൈ പി ഇൻറ്റു ബീറ്റ ഓഫ് p പ്ലസ് 1 കോമ q-1 ഫോർ ഓൾ p ഗ്രേറ്റർ ദാൻ 0 ആൻഡ് q ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമുക്ക് ആദ്യം ബീറ്റ ഓഫ് പി ക്യൂവിൻ്റെ ഫോർമുല നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 x raised to p-1 ഇൻറ്റു 1 minus x raised to q-1 dx. ദെൻ നേരത്തെ പോലെ തന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, അതായത് ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുവാനായിട്ട് ആദ്യം ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ദെൻ നേരത്തെ അതേ സെയിം സ്റ്റെപ്പ് തന്നെ പോകുന്നു. 1 minus x raised to q-1 ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ x raised to p ബൈ പി എന്ന് തന്നെ കിട്ടും. നേരത്തെ തന്നെ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞതുപോലെ q-1 ഇൻറ്റു 1 minus x raised to q-2 ഇൻറ്റു 1 minus xൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള -1. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ x raised to p ബൈ പി dx. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നേരത്തെ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. ഇവിടെ മൈനസും ഈ ഒരു മൈനസും ചേർന്ന് പ്ലസ് ആവും. q-1 ബൈ പി ഇൻ്റഗ്രൽ 0 to 1 x raised to p 1 minus x raised to q-2. ദെൻ നമുക്ക് ഈ x raised to pനെ x raised to p plus 1 minus 1, അതുപോലെ q-2നെ q-1 minus 1.
നമ്മുടെ ബീറ്റയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ബീറ്റയുടെ ഫോർമുലയിലേക്ക് നമുക്ക് നോക്കാം. ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ് എന്താണോ അത് -1, അതാണ് p-1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1 dx. ഇതാണ് ബീറ്റ ഓഫ് പി ക്യുവിൻ്റെ ഫോർമുല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബീറ്റ ഓഫ് p+1, q-1 എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു p+1 -1 ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് -1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു q-1 -1 dx. അപ്പോൾ അതാണ് ഈ മുകളിൽ കിടക്കുന്നത്. എക്സ് റേസ് ടു p+1 -1 എന്ന് വെച്ചാൽ എക്സ് റേസ് ടു p ആവും. ദെൻ q-1 -1 എന്ന് പറഞ്ഞാൽ q-2. സോ ഇത് ബീറ്റ ഓഫ് p+1, q-1 ആണ് ഈ ഒരു ടേം. അപ്പോൾ നമുക്കിത് കിട്ടും q-1/p ഇൻറ്റു ബീറ്റ ഓഫ് p+1, q-1. ഇതേപോലെ തന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, റിമാർക്കിൽ ഇതുപോലെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീറ്റ ഓഫ് പി ക്യൂ എന്നുള്ളത് ഇങ്ങനെയും പ്രൂവ് ചെയ്യാം. p-1/p + q-1 ഇൻറ്റു ബീറ്റ ഓഫ് p-1, q. സെയിം ആർഗ്യുമെൻ്റ് ഇവിടെ ഉപയോഗിച്ച അതേ ആർഗ്യുമെൻ്റ് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് p-1/q ബീറ്റ ഓഫ് p-1, q+1. പിൻ്റെയും ക്യൂൻ്റെയും റോൾ ഇൻ്റർചേഞ്ച് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പത്തെ ഈ ഒരു പ്രോബ്ലം ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് അതും പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്, prove that if p greater than 0 and q is an integer greater than 1, then beta of pq equal to q-1 factorial divided by p into p+1 into etc into p plus q-2 into p plus q-1. സോ നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലേക്ക് നോക്കാം. അവിടെ ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് നമുക്ക് കിട്ടി q-1/p into beta of p+1, q-1 for all p greater than 0 and q greater than 1. സോ ഇവിടെ ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് ആദ്യം ഇത് തന്നെ കൊടുക്കുന്നു, q-1/p into beta of p+1, q-1. ഇനി വീണ്ടും ഇതേ റിസൾട്ട് ബീറ്റ ഓഫ് p+1, q-1 അപ്ലൈ ചെയ്യുന്നു. ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് നമുക്ക് കിട്ടിയത് q-1, അതായത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്താണോ അത് -1 ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ്. ആ രീതിയിൽ ചിന്തിച്ചോളോ. ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് -1, അതാണ് ക്യൂ. ഇത് ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ബീറ്റ ഓഫ് പി ക്യുവിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് p, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് q. അപ്പോൾ അവിടെ കിട്ടിയത് എന്താ? ഫസ്റ്റ് ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് -1 ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ്, ദെൻ ഇൻറ്റു ബീറ്റ ഓഫ് ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് +1, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വരാം. ബീറ്റ ഓഫ് പിയുടെ പ്ലേസിൽ p+1ഉം ക്യൂവിൻ്റെ പ്ലേസിൽ q-1 ആണ്. ഇവിടെ ഓൾറെഡി ഉള്ള q-1/p അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനി നോക്കാം, ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് -1. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് q-1 ആണ്, അത് -1, അതാണ് q-2 ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് p. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് p+1 ഇൻറ്റു ബീറ്റ ഓഫ് ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് +1, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1. സോ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് p+1 ആയിരുന്നു, അത് +1 ചെയ്യുമ്പോൾ p+2 എന്ന് വരും. സെക്കൻഡ് ആർഗ്യുമെൻറ്റിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ q-2 എന്ന് വരും. ഇനി വീണ്ടും ഇത് റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്യുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് കൂടി ഞാനിവിടെ പറയുന്നു. ഓൾറെഡി അവിടെ q-1/p ഉണ്ട്, q-2/p+1 ഉണ്ട്. ഇനി ഫസ്റ്റ് നമുക്ക് വരുന്നത് സെക്കൻഡ് ആർഗ്യുമെൻറ്റ് -1, അപ്പോൾ q-3 എന്ന് വരും. q-2 -1 q-3. ദെൻ സെക്കൻഡ് ആർഗ്യുമെൻ്റ് അതുപോലെ തന്നെ അത് p+2 എന്ന് വരും. ദെൻ ഇൻറ്റു ബീറ്റ ഓഫ് ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് +1, p+2 ആയിരുന്നു, അപ്പോൾ അത് p+3 ആകും. ഇവിടെ q-2 -1, അപ്പോൾ അത് q-3 എന്നാവും. ഇങ്ങനെ ഇത് റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്ത് പോവാം. പക്ഷെ ഇവിടെ നോക്കാം, q എന്നുള്ളത് ഒരു ഇൻറ്റിജർ ആണ്.
പി എന്നുള്ളത് ഇനി റിയൽ നമ്പർ ഗ്രേറ്റർ ദാൻ 0, ക്യൂ എന്നുള്ളത് ഇൻറ്റിജർ ആണ്. അപ്പോൾ ക്യൂവിൽ നിന്നും നമ്മളിങ്ങനെ കുറച്ച് വരുമ്പോൾ ഒരു സ്റ്റേജിൽ ഇപ്പോൾ ഒരു ക്യൂ എന്നുള്ളത് 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്നും ക്യൂവിൽ നിന്നും 19 സബ്ട്രാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ Q-2, Q-3, Q-4 ഇങ്ങനെ പോകുന്നു. അങ്ങനെ Q-19 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് എത്തും? 1ലേക്ക് എത്തും. അതായത് Q-1 എന്താണോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. ക്യൂവിൽ നിന്നും Q-1 കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എപ്പോഴായാലും അതായത് Q-1 സ്റ്റേജിലെ ആദ്യം 1 കുറച്ച് Q-1 ആയി, പിന്നെ Q-2, പിന്നെ Q-3 കിട്ടി, പിന്നെ Q-4 ഇങ്ങനെ പോയി. ഇപ്പോൾ 20യുടെ കേസിലാണെങ്കിൽ Q-19 ആകുമ്പോൾ 1ലേക്ക് എത്തും. അതായത് Q-1 ആകുമ്പോൾ നമ്മൾ 1ലേക്ക് എത്തും. അപ്പോൾ അതാണ് എക്സെട്ര ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത്. കുറച്ച് സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന Q-1 അല്ലായിരുന്നത് Q-1 സ്റ്റേജിൽ ഇതുപോലെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ 1 ആയിട്ട് മാറും ന്യൂമറേറ്ററിൽ. ഇനി ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ Q-1 ആകുമ്പോൾ P, Q-2 ആകുമ്പോൾ P+1, Q-3 ആകുമ്പോൾ P+2. ഇവിടെ വരുമ്പോൾ Q-1 ആണ്. Q-1 ആകുമ്പോൾ P, Q-2 ആകുമ്പോൾ P+1, Q-3 ആകുമ്പോൾ P+2. അപ്പം അങ്ങനെയാകുമ്പോൾ P+Q-2. ഇവിടെ നോക്കാം. ആദ്യത്തെ കേസിൽ P+0, ഇവിടെ എന്താണോ സബ്ട്രാക്ട് ചെയ്തത് അതിൻ്റെ 1 കുറയ്ക്കുക, അതാണ് ഇവിടെ. അത് ആഡ് ചെയ്യുക. ഇവിടുന്ന് 1 കുറച്ചിട്ടുള്ള നമ്പർ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. ഇവിടെ Q-2 ആണ്. അപ്പോൾ ഇവിടെ P+1, 2ൽ നിന്ന് 1 പോയാൽ 1, അതിവിടെ ആഡ് ചെയ്യുന്നു. Q-3 ആകുമ്പോൾ P+2. ഇനി നമുക്ക് 1 വരുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു. Q-1 ആകുമ്പോഴാണ് 1 വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. Q-1ൻ്റെ ഒപ്പം 1 കുറച്ച് കഴിഞ്ഞാൽ Q-2 എന്ന് കിട്ടും. അത് Pയുടെ ഒപ്പം ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് P+Q-2 എന്ന് കിട്ടിയിട്ടുള്ളത്. 1/P+Q-2. ഇനി നോക്കാം ഇനി ഇവിടുത്തെ നോക്കാം. Q-1/P ആകുമ്പോൾ ബീറ്റ ഓഫ് P+1, Q-1. അടുത്തതിലാകുമ്പോൾ Q-2/P+1 ആകുമ്പോൾ ബീറ്റ ഓഫ് P+2. അതായത് ഇവിടെ ഉള്ളതിൻ്റെ ഒപ്പം +1, ദെൻ ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഇവിടെ ഉള്ള 1 ആവും. ഇതിൻ്റെ ഒപ്പം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫസ്റ്റ് ആർഗ്യുമെൻ്റ്. P+Q-2ൻ്റെ ഒപ്പം 1 ആഡ് ചെയ്താൽ P+Q-1. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നോക്കാം. ബീറ്റ ഓഫ് PQ ഒന്നുകൂടിയും പറയാം. Q-1/P ഇൻറ്റു ഇവിടുത്തെ ആർഗ്യുമെൻ്റ് -1, സെക്കൻഡ് ആർഗ്യുമെൻ്റ് -1 ഡിവൈഡഡ് ബൈ ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ്. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ളത് അതുപോലെ സെക്കൻഡ് ആർഗ്യുമെൻറ്റിലേക്ക് വരും. ഇവിടെ ഉള്ളത് +1 ആണ് ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ Q-2 ആണ് ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെൻ്റ്. P+1ൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് P+2. അതാണ് ഇവിടുത്തെ ആദ്യത്തെ ആർഗ്യുമെൻ്റ്. അപ്പോൾ അതേപോലെ ഇവിടുത്തെ കേസിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ആർഗ്യുമെൻറ്റിൻ്റെ കേസിൽ പ്രശ്നമൊന്നുമില്ല, അത് 1 അതുപോലെ വരും. ദെൻ ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് ഇവിടെ ഉള്ളത് എന്താണോ അത് +1, അതാണ് P+Q-1. P+Q-2ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ P+Q-1 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടേം, അതായത് ഇതിൽ എങ്ങനെയാണ് ടേം വന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു തന്നതാണ്. ഓക്കെ. ഇനി എന്താണ് ബീറ്റ ഓഫ് P+Q-1, എന്താ വരിക എന്ന് നോക്കാം. ബീറ്റ ഓഫ് PQൻ്റെ ഫോർമുല ഞാനിവിടെ സൈഡിൽ എഴുതുന്നു. ബീറ്റ ഓഫ് PQ എന്നുള്ളത് ഇൻ്റഗ്രൽ 0 to 1 x⁻p−1 1 - x⁻Q-1 dx. അപ്പോൾ x⁻, ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ് -1 ഇൻറ്റു 1 - x⁻, സെക്കൻഡ് ആർഗ്യുമെൻ്റ് -1. അപ്പം അങ്ങനെയാണെങ്കിൽ ബീറ്റ ഓഫ് P+Q-1, 1 എന്നുള്ളത് ഫസ്റ്റത്തെ ആർഗ്യുമെൻ്റ് P+Q-1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ബാക്കി ടൈംസൊക്കെ അതുപോലെ തന്നെ 1/P+Q-2 ഇൻറ്റു ഇതിന് പകരമുള്ളതാണ് ഇനി എഴുതുന്നത്
ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2 എന്താണോ ഇവിടെ ഉള്ളത് അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക. പി പ്ലസ് ക്യൂ മൈനസ് 1ൽ നിന്നും ഒന്ന് കുറച്ചാൽ പി പ്ലസ് ക്യൂ മൈനസ് 2 അതാണ് എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2. ദെൻ 1 മൈനസ് എക്സ് റേസ് ടു സെക്കൻഡ് ആർഗ്യുമെൻറ്റ് മൈനസ് 1. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 0 ആയിട്ട് പോവും. അപ്പോൾ അത് 1 മൈനസ് എക്സ് റേസ് ടു 0 അത് 1 ആണ്. അപ്പോൾ ആ ഒരു ടൈം ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടൈം മാത്രമാവും ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2 ഡി എക്സ്. ഇനി സാധാ ഒരു പോളിനോമിയലാണ്. എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി ആണ്. അപ്പോൾ അതുപോലെ എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2 പ്ലസ് 1 പി പ്ലസ് ക്യൂ മൈനസ് 2 പ്ലസ് 1 അത് പി പ്ലസ് ക്യൂ മൈനസ് 1 ആണ്. സോ എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 1 ആണ്. 0 ആണ് ലോവർ ലിമിറ്റ്, 1 അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 1 റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 എന്നുള്ളത് 1 ആണ് ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 1 റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 റേസ് ടു അത് അപ്പോൾ അത് 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ 1 റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 എന്നുള്ളത് 1 ആണ്. ദെൻ പി പ്ലസ് ക്യൂ മൈനസ് 1 അതുപോലെ തന്നെ നിർത്തി. അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇനി നോക്കാം ഇവിടേക്ക് ന്യൂമറേറ്ററിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. റിവേഴ്സ് ഓർഡറിൽ നോക്കിയാൽ മതി. 1 ഇൻറ്റു ഇതിങ്ങനെ ഇപ്പോൾ ഇത് 1 ഇൻറ്റു 1 ഇപ്പോൾ ഈ ഒരു ടൈം നോക്കണമെന്നില്ല. 1 ഇൻറ്റു തൊട്ട് മുമ്പത്തെ ടൈം നമുക്ക് 2 ആയിരിക്കും. അതായത് ക്യൂവിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വരുമ്പോൾ നേരത്തെ പറഞ്ഞു 20യുടെ കേസിലാവുമ്പോൾ ക്യൂ മൈനസ് 19 ആകുമ്പോൾ 1 തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ നമുക്ക് ക്യൂ മൈനസ് 18 ആണ്. അപ്പോൾ അത് 2 എന്ന് കിട്ടും. അതിന് മുമ്പത്തെ സ്റ്റേജിൽ ക്യൂ മൈനസ് 17 ആയിരിക്കും, അത് 3 എന്ന് വരും. അപ്പോൾ ഇതിങ്ങനെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെയാണ് ഇവിടെ റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ക്യൂ മൈനസ് 3 ഇൻറ്റു ക്യൂ മൈനസ് 2 ഇൻറ്റു ക്യൂ മൈനസ് 1 വരെ. അപ്പോൾ 1 മുതൽ ക്യൂ മൈനസ് 1 വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ മൾട്ടിപ്പിൾ നമുക്കറിയാം. 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് n ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ 1 മുതൽ ക്യൂ മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ടേംസ് ഒക്കെ ഒരുമിച്ച് ഇൻറ്റു ആയിട്ട് എഴുതിയെന്ന് മാത്രം. പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് പ്രൂവ് ചെയ്യാം. ഇഫ് പി ആൻഡ് ക്യൂ ആർ positive integers and q greater than 1, then prove that beta of pq equal to p minus 1 factorial into q minus 1 factorial divided by p plus q minus 1 factorial. അത് എളുപ്പമാണ്. നേരത്തെ റിസൾട്ടിൽ നിന്നും ബീറ്റ ഓഫ് പി ക്യു എന്നുള്ളത് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പി മൈനസ് 1 ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പി മൈനസ് 1 ഫാക്ടോറിയൽ ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു പി മൈനസ് 1 ഫാക്ടോറിയൽ. ദെൻ ഇവിടെ പി മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ബാക്കി എല്ലാ ടേംസും. അപ്പോൾ നമുക്കറിയാം പി മൈനസ് 1 ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ പിയും ക്യൂ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ പി മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ എക്സെട്ര ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു പി മൈനസ് 1 വരെ. ഇനി അതിൻ്റെ കൂടെ ഇൻറ്റു പി പ്ലസ് 1. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പി മൈനസ് 1 കഴിഞ്ഞാലുള്ള അടുത്ത ഇൻറ്റിജറാണ്, അല്ലെങ്കിൽ അടുത്ത നാച്ചുറൽ നമ്പറാണ് പി. ദെൻ പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് പി പ്ലസ് ക്യൂ മൈനസ് 1 വരെ. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ നമുക്ക് 1 മുതൽ പി പ്ലസ് ക്യൂ മൈനസ് 1 വരെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ, അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അത് പി പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 1 മുതൽ r, ഒരു r എന്നുള്ളതൊരു നാച്ചുറൽ നമ്പറാണെന്ന് വിചാരിക്കുക. 1 മുതൽ r വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് ഈ r ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ 1 മുതൽ ഓൾറെഡി പി മൈനസ് 1 ഫാക്ടോറിയലിൽ 1 മുതൽ പി മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു അങ്ങനെ പി പ്ലസ് ക്യൂ മൈനസ് 1 വരെ. അപ്പോൾ അത് പി പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയലാണ്. സോ നമുക്ക് ക്യൂ മൈനസ് 1 ബൈ ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു പി മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
പി പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും ബീറ്റ ഓഫ് പി ക്യൂ. ഇതിൽ നിന്നും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് അടുത്തത്. പ്രൂവ് ദാറ്റ് ബീറ്റ ഓഫ് 1q ഈക്വൽ ടു 1/q. തൊട്ട് മുമ്പത്തേൽ നിന്നും നമുക്ക് കിട്ടി ബീറ്റ ഓഫ് പി ക്യൂ എന്നുള്ളത് q മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു പി മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ. ഇതിലെ പിക്ക് പകരം 1 എന്ന് അങ്ങോട്ട് കൊടുക്കുക, ക്യൂ അതുപോലെ തന്നെ നിർത്തുക. അപ്പോൾ ഇവിടെ q മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു പി മൈനസ് 1, അപ്പോൾ അവിടെ 1 മൈനസ് 1 ഫാക്ടോറിയൽ, ദെൻ പി പ്ലസ് ക്യൂ മൈനസ് 1, അപ്പോൾ 1 പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ. പിക്ക് 1 കൊടുക്കുക ഈ റിസൾട്ടിൽ. ഇനി q മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 മൈനസ് 1 എന്ന് വെച്ചാൽ 0 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 1ഉം മൈനസ് 1ഉം പോവും, q ഫാക്ടോറിയൽ എന്ന് വരും. ദെൻ 0 ഫാക്ടോറിയൽ 1 ആണ്, സോ q മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ q ഫാക്ടോറിയൽ. ഇനി നോക്കാം ന്യൂമറേറ്ററിൽ q മൈനസ് 1 ഫാക്ടോറിയൽ, അത് എന്താണ് 1 മുതൽ q മൈനസ് 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്. ഡിനോമിനേറ്ററിൽ q ഫാക്ടോറിയൽ, അപ്പോൾ അത് 1 മുതൽ q വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ്, തൊട്ട് മുമ്പത്തെ q മൈനസ് 1 ഇൻറ്റു q. അപ്പോൾ ഇതിലെ ഈ q ഒഴികെയുള്ള ബാക്കി എല്ലാ ടേമും ന്യൂമറേറ്ററിലായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടാവുക 1/q. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്.